നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ. ഒരു മഴക്കാലം കൂടി വരികയാണ്. മഴക്കാലം എന്നത് ഒരു പനിക്കാലം കൂടിയാണ് കുട്ടികളിൽ. പനി വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പനി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ മാർഗമാണ്. ഏതെങ്കിലും ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മളുടെ ശരീരം നടത്തുന്ന ഒരു ഫൈറ്റാണ് പനി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ സാധാരണയായി നമ്മൾ 100.4 ഡിഗ്രി ഫാരൻഹീറ്റിന് മേലെ ടെമ്പറേച്ചർ വരുമ്പോഴാണ് മരുന്നുകൾ കൊടുക്കേണ്ടത്. ഒരു കുഞ്ഞിന് പനി വരുമ്പോൾ പ്രധാനമായും നമ്മൾ കൊടുക്കുന്ന മരുന്ന് പാരസെറ്റമോൾ മരുന്നാണ്. അത് പീഡിയാട്രീഷ്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് കുഞ്ഞിൻ്റെ വെയ്റ്റിന് അനുയോജ്യമായ രീതിയിൽ ഡോസ് കറക്റ്റായി കൊടുക്കേണ്ടതാണ്. 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ പനി വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പനിയുടെ പുറമെ കുഞ്ഞിനുണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങൾ, അതായത് ഫിറ്റ്സ് പോലെ എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ കടുത്ത തലവേദന, ഛർദി, കഫത്തോടു കൂടിയുള്ള ചുമ, ശ്വാസം മുട്ടൽ എന്നിവയുണ്ടെങ്കിൽ ആ പനി ഉടനടി ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി പനിയോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായും പനിയോടൊപ്പം വരുന്ന വാർണിംഗ് സൈൻസ്, അതായത് ഒരു കുഞ്ഞ് പനി കുറയുന്നതിനനുസരിച്ച് കളിക്കുക, ചിരിക്കുക, സാധാരണ രീതിയിൽ കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, മൂത്രം ഒഴിക്കുന്നില്ലേ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും പനിയുടെ കൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒരു പ്രശ്നം നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉടനടി നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി പനി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെ സംബന്ധിച്ചും ചിലത് പറയാനുണ്ട്. അതായത് പാരസെറ്റമോൾ മരുന്ന് എല്ലാവരുടെ വീട്ടിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ അത് സിറപ്പ് ഫോമിലാണോ ഉള്ളത്, ഡ്രോപ്സിലാണോ ഉള്ളത്, സിറപ്പിൽ തന്നെ 250ൻ്റെ സിറപ്പാണോ 125ൻ്റെ സിറപ്പാണോ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം കുഞ്ഞുങ്ങൾക്ക് ഡോസ് കൊടുക്കുവാനായിട്ട്. പനി വേഗം കുറയ്ക്കുവാനായി ഐബുപ്രൂഫൻ, മെഫ്നാമിക് ആസിഡ് പോലെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. പനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ നന്നായി വെള്ളം കുടിപ്പിക്കണം. കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, അതല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്സ്, തിളപ്പിച്ചാറ്റിയ വെള്ളം എല്ലാം നല്ല രീതിയിൽ കുടിപ്പിക്കുക എന്നുള്ളത് പനിയോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പേരൻസ് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പനി വരുമ്പോൾ കുഞ്ഞുങ്ങളെ നല്ല തണുത്ത വെള്ളത്തിൽ തുടയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ചെയ്യരുത്. ഇത് കുഞ്ഞിൻ്റെ അസ്വസ്ഥത കൂട്ടുകയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിൻ്റെ കഴുത്ത്, കക്ഷം, മടക്കുകളെല്ലാം തുടയ്ക്കുകയാണെങ്കിൽ കുഞ്ഞിന് അത് വലിയ ആശ്വാസമായിരിക്കും. അതുകൂടാതെ കണ്ടുവരുന്ന വേറൊരിത്, പനി കാണുമ്പോൾ തന്നെ കുഞ്ഞിനെ വളരെ കട്ടിയേറിയ വസ്ത്രങ്ങൾ, സ്വെറ്റർ പോലെയുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ടുകൊടുക്കുക, കട്ടിയുള്ള ബ്ലാങ്കറ്റ്സ് വെച്ച് പുതപ്പിക്കുക. അതെല്ലാം ചെയ്യുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കുഞ്ഞിനെ സഹായിക്കുകയല്ല, പകരം കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും ആ ടെമ്പറേച്ചർ പുറത്തു പോകുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. പനിയുള്ള കുഞ്ഞുങ്ങളിൽ കഴിയാവുന്നതും ലൂസായ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ചും പനി വരുമ്പോൾ നിങ്ങളൊരു 2-3 ദിവസത്തിന് മേലെ പനി ശക്തിയായി നിൽക്കുന്നു, പനി മാത്രമേ ഉള്ളൂ, മറ്റ് സിംറ്റംസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഒരു 2-3 ദിവസത്തിന് മേലെ നിൽക്കുന്ന പനി ഉറപ്പായും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനിയോടൊപ്പം മറ്റ് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ വൈദ്യോപദേശം തേടേണ്ടതാണ്. നന്ദി.